ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് കടലയൊന്ന് കുതിർത്തിയിട്ടുണ്ട്. നമ്മൾ വെള്ളക്കടലയാണ് കേട്ടോ, കുറച്ച് വലിപ്പമുള്ള വെള്ളക്കടലയാണ്. ഈ ഒരു കടല തലേദിവസം രാത്രി തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുതിർത്തെടുക്കണം കേട്ടോ. നമ്മൾ രാവിലെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി കുതിർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു കുതിർത്തെടുത്ത കടല മൊത്തം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിവിടെ ഇഞ്ചി ചതച്ചതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചേർത്തത്. പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അധികം വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളത്തിൽ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ അരഞ്ഞിരിക്കുകയും കൂടെ വേണം. അപ്പോൾ അതാ നമ്മളിങ്ങനെ അരച്ചെടുത്തത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ റവയാണ് കേട്ടോ ചേർക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഏറി വരികയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ആവാത്ത രീതിയിൽ കുറച്ച് തിക്കിൽ തന്നെയാണ് കേട്ടോ നമുക്കിത് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് കുതിർക്കാൻ വേണ്ടി വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ആ റവയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വരും. ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു സവാള നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പൊക്കെ ഒന്ന് പാകാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതിന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇഡലിയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു വട്ടത്തിൽ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് ലേശം എണ്ണയൊന്ന് ആക്കി കൊടുത്ത് മൊത്തത്തിൽ അതിൽ ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തട്ടുണ്ടല്ലോ, ആ തട്ടിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തട്ടിൽ ആക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. നമുക്കത് വെന്ത് വന്ന ശേഷം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ഇതുപോലെ ഒരു 3 പാത്രത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടാ ഈ ഒരു പലഹാരം. അതൊന്ന് ചൂടാറിയ ശേഷം വേണം കേട്ടോ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കിട്ടും. കാണാൻ തന്നെ എന്ത് ഭംഗി അറിയാം. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന് നമ്മൾ പാനിൽ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെയും ആ പച്ച മണം ഒന്ന് മാറിയ ശേഷമാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ അതങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കളർ മാറി ഒന്ന് മൊരിഞ്ഞ് വന്നില്ലേ. അതിന് ശേഷം ഞാൻ 3 ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. 2 സൈഡ് നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പലഹാരം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതിന് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുത്താണ് കേട്ടോ. ഇനി നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് കൊടുക്കാനാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ഇത് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.